ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇനിയിപ്പോൾ ഒരു കേക്കിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കേക്കിൻ്റെ വീഡിയോ ചാനലിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്നാൽ അത് മാത്രമല്ല താനും നമുക്ക് മറ്റുള്ള വീഡിയോസും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മാത്രം കേട്ടോ. കേക്കിൻ്റെ വീഡിയോ നമ്മൾ സൗകര്യം പോലെ ഓരോന്നോരോന്ന് ചെയ്യും. അപ്പം ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഓർഡർ കേക്കല്ല. എൻ്റെ പിള്ളേരുടെ 2 മക്കളാണുള്ളത്. അവരുടെ 2 പേരുടെ ബർത്ത്ഡേ ഏകദേശം അടുത്തടുത്താണ് വരുന്നത്. 2 ദിവസത്തെ വ്യത്യാസമുള്ളൂ. അപ്പോൾ 2 പേർക്കും കൂടി ഒരു ദിവസം കേക്ക് മുറിച്ച് ആഘോഷിക്കലാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ അവർക്കുള്ള കേക്കാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് കേക്ക് ഉണ്ടാക്കി ചൂട്ടോട് കൂടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുന്ന സാധനം ആയതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള കേക്ക് ഇന്നുണ്ടാക്കി. ഇന്ന് എപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിയണോ അപ്പം കട്ട് ചെയ്യും. അപ്പോൾ ഇന്നാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അത് ബർത്ത്ഡേ ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഇന്നാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ മുടക്ക് ദിവസം കൂടിയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ വീഡിയോ എടുക്കുന്നത് സാൻജോനാണ്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന കേക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻചോ കേക്കാണ് ചെയ്യുന്നത്. വാൻചോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല. അപ്പോൾ വാൻചോ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പണികളുണ്ട് അതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് എപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിയുന്നൊന്നും എനിക്കറിയില്ല. വീഡിയോ എടുക്കുന്നവർക്ക് അറിയാം. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് വിട്ടിട്ട് കുറച്ചും കൂടി ലെങ്ത് ആയിട്ട് പോകും. സമയം ഇങ്ങനെ നീണ്ടു പോകണത് അറിയില്ല. അപ്പോൾ അത് എപ്പോൾ കഴിയുന്നു അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാനിതിൽ ചെറിയൊരു ക്ലിപ്സുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി വലിച്ചു നീട്ടുന്നില്ല. കേക്കിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ലെങ്തി ആയിരിക്കും. അപ്പം നിങ്ങൾ കേക്കിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഫാസ്റ്റ് അടിക്കാണ്ട് കാണുക. അപ്പോഴാണ് നമുക്ക് ആ അളവുകളൊക്കെ കിട്ടുക കേട്ടോ. പിന്നെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മൾ 2 കിലോൻ്റെ വാൻചോ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചിൻ്റെ സ്ക്വയറിലാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ വാൻചോ കേക്കിന് നമുക്ക് വൈറ്റും ബ്ലാക്കും സ്പോഞ്ചുകൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വൈറ്റാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് വേവിച്ച് അതേ പാത്രത്തിൽ തന്നെ വേണം നമുക്ക് ബ്ലാക്കും ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാത്രം ഒന്ന് ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ കുറച്ച് ഓയിലൊന്നാക്കിയിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിൽ ആക്കുക കേട്ടോ. വെളിച്ചെണ്ണയല്ല, ഏതെങ്കിലും ഒരു ഓയിൽ. ഇതിന് അധികം ലെങ്ത്തിൽ സൈഡിൽ വെക്കണമെന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ 1 കിലോൻ്റെ ബാറ്റർ അല്ലേ ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തായാലും ഓവർഫ്ലോ ആയിട്ട് പോവില്ല. അപ്പോൾ ഇത് നമ്മൾ 10 ഇഞ്ചിൻ്റെ ട്രേ ബട്ടർ പേപ്പറൊക്കെ വെച്ചത് റെഡി ആക്കിയിട്ടുണ്ട്. ഞാനിത് ഒരു സ്പോഞ്ച് ബേക്ക് ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ വേഗം ഇതെല്ലാം കാണിക്കണം കേട്ടോ. അടുത്തതിന് ഞാൻ ഇതൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 1 kg വൈറ്റ് സ്പോഞ്ചിന് വേണ്ട പൊടികൾ നമുക്ക് അരിച്ചെടുക്കാം. നമ്മളിത് പൊടികൾ അരിക്കാൻ പോവാണ്. ഞാനിവിടെ ഐറ്റംസുകളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വടിച്ചെടുക്കുക. നമ്മൾ കോരിയിട്ടിട്ട് ഇതിനെ കുത്തി നിറച്ച് അങ്ങനെ എടുക്കരുത്. ഇതിലേക്ക് സ്പൂൺ കൊണ്ട് കോരിയിട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. 250 ml കപ്പിൽ കേട്ടോ 1 കപ്പ് മൈദ. 250 ml മെഷറിംഗ് കപ്പായിരിക്കും. അധികം കേക്ക് ഉണ്ടാക്കണ ഒരുവിധം എല്ലാവരുടെ കയ്യിൽ അങ്ങനെ തന്നെ കപ്പായിരിക്കും. അപ്പോൾ കപ്പില്ല വേടിക്കണം എന്നുള്ളവർ 250 ml കപ്പ് തന്നെ ആ ഒരു സെറ്റ് മേടിക്കുക. അത് നമുക്ക് അളവ് കൃത്യമായിട്ട് വരും. അതിൽ 1 കപ്പ് മൈദ, പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. 1 ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാനിത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ എല്ലാ കേക്കിലും എല്ലാ കേക്കെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കേക്ക് ചെയ്തിട്ടുള്ള എന്നാൽ എല്ലാത്തിലും ഞാനത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം അത് ആ അളവ് തെറ്റിയ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അത് എപ്പോഴും എടുത്ത് പറയണേ. ടീസ്പൂൺ നമുക്ക് ആ സെറ്റ് മേടിക്കുമ്പോൾ അതിൽ ടേബിൾ സ്പൂണും കിട്ടും, തെറ്റരുത്. അപ്പോൾ ഈ 3 ഐറ്റംസുകളെ വേണ്ടു. വെള്ളത്തിൻ്റെ നനവ് വന്ന വെള്ളത്തിൻ്റെ ഒരു തുള്ളി വീണു. വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല. അപ്പോൾ ഈ 3 ഐറ്റംസുകൾ വേണ്ടത് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടി അരിച്ച് വെച്ചിട്ടുണ്ട്.
3 തവണ അരിച്ചിട്ടുണ്ട് കേട്ടോ. 3 തവണ അരിച്ചിട്ട് ഇനി നമ്മൾ നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ബേക്കിംഗ് പൗഡർ ഒക്കെ എല്ലായിടത്തേക്കൊക്കെ ഒന്ന് ഈവനായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 തവണയൊക്കെ അരിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഞാൻ മൂടുന്ന മെത്തേഡാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ്, അതായത് മുട്ട ബീറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പാത്രം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. കേക്കിന് വെള്ളം കുറച്ച് അലർജിയാണെന്ന് എനിക്ക് തോന്നണേ. എപ്പോൾ എന്ത് പാത്രം എടുക്കുമ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രമാണ്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചിട്ട് ബീറ്റിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം. ഇത് ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത്, ഇനി ഇതിലേക്ക് വേണ്ട മുട്ട, പഞ്ചസാരപ്പൊടി, അങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ട ഐറ്റംസുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 മുട്ട, നമ്മൾ 1 kg ആണ് വൈറ്റ് ചെയ്യണേ, 1 kg ബ്ലാക്കും. അപ്പോൾ 1 kgക്ക് നമ്മൾ 4 മുട്ടയാണ് എടുക്കുന്നത്. അത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക്, നമ്മൾ ഏത് പാത്രത്തിലാണ് ബീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേ ആ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. മുട്ട ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ തണുപ്പൊന്ന് വിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിലത്തെ മുട്ടയായിരുന്നു, കുറച്ച് തണുപ്പുണ്ട്. അപ്പം എന്താ ഉണ്ടാവണേന്ന് നമുക്ക് നോക്കാം. ശരിയാവട്ടോ എന്നറിയാലോ. നമ്മളിപ്പോൾ ഒരുവിധം വീഡിയോസിലൊക്കെ പറഞ്ഞ് കേട്ട് പഠിക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട്, തണുവുള്ള മുട്ട എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലൊക്കെ ആവണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിപ്പോൾ ഒരു ഇത്തിരി തണവുണ്ട്, നമുക്ക് ശരിയായി വരുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. ഇത് വീട്ടിലേക്കുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ പരീക്ഷണങ്ങൾ നമുക്ക് ഒരുമിച്ച് പരീക്ഷിച്ച് നോക്കാം എന്താവെന്ന് അറിയാം. അപ്പം ഇത് 250 ml കപ്പിൽ 1 കപ്പ് ഷുഗർ പൗഡർ കേട്ടോ, പഞ്ചസാര പൊടിച്ചതാണ്. നമ്മൾ മൈദ എടുത്ത അതേ അളവ് തന്നെ കുത്തി നിറയ്ക്കാതെ ഞാനിപ്പോൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ബീറ്റായി കിട്ടിക്കോളും. ഇനി തുടക്കം ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒരുമിച്ച് തന്നെ ഇടണ്ട. അവർക്ക് ഇനി ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിന് കട്ട പിടിക്കുമെന്നൊക്കെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ അവർ ഇത്തിരി അല്പല്പമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ്. ഇതൊരു 1 ടീസ്പൂൺ, നമ്മൾ നേരത്തെ ബേക്കിംഗ് പൗഡർ എടുത്തില്ലേ അതേപോലെ 1 ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ ഈ 3 ഐറ്റംസും കൂടിയിട്ട് സമയം ഞാൻ പറയുന്നില്ല, നല്ല ബീറ്റായി വരണം. ഞാൻ ബീറ്റ് ആയതിൻ്റെ ഒരു ഫോം കാണിച്ചു തരാം. അപ്പോൾ അതുവരെ നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ബീറ്ററിൻ്റെ ബ്ലേഡിലൊന്നും നനവുണ്ടാവരുത്, എല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ബീറ്ററിൻ്റെ കപ്പാസിറ്റി ഓരോരുത്തരുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലവരുടെ നല്ല കപ്പാസിറ്റി ഉള്ളതുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് സമയം കുറച്ച് മതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സമയം പറയാത്തത്. നമുക്ക് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം കേട്ടോ. തുടക്കത്തിൽ തന്നെ ബീറ്റ് ചെയ്യുമ്പോൾ വളരെ സ്ലോവിൽ തന്നെ തുടങ്ങാം, അല്ലെങ്കിൽ ഷുഗർ പൗഡർ ഇങ്ങനെ പറന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോ ഇവിടെ മറ്റേ പ്രീ ഹീറ്റ് ചെയ്യാൻ പാത്രം അടുപ്പിൽ വെച്ചിട്ടില്ല. നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബീറ്റ് ചെയ്ത് ഒരു 3/4 ഭാഗമൊക്കെ ആവില്ലേ, ആ സമയത്ത് ഞാൻ പാത്രം അടുപ്പിൽ വെക്കണുള്ളൂ കേട്ടോ. അതിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഇത് എല്ലാതും ചെയ്യുന്നതിന്റെ ഏറ്റവും മുന്നേ പാത്രം കൊണ്ടുപോയി പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല, അത് ഓവറായി പോകും. അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് ഒരു പകുതി അല്ലെങ്കിൽ ഒരു 3/4 ഭാഗം ആവണമെന്ന് തോന്നുമ്പോൾ നമുക്കിതൊന്നും ഇവിടെ നിർത്തി വെച്ചിട്ട് പാത്രം കൊണ്ടുപോയി പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമ്മൾ ബീറ്റ് ചെയ്തിട്ട് പകുതി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് അവിടെ വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഗ്യാസിൽ വെക്കുന്നത് കേട്ടോ. തുടക്കത്തിൽ വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ബീറ്റിങ് പകുതി ആകുമ്പോൾ വെച്ചാൽ മതി. ഇത് ബർണർ വലിയ ബർണറാണ് എടുക്കണത്. നമുക്ക് പാത്രം വലുതാണല്ലോ. ഇത് ഫുള്ളായിട്ട് കുറയ്ക്കണില്ല, എന്നാൽ ഫുള്ളായിട്ട് കൂട്ടണില്ല. സെൻറ്ററിലായിട്ട് ഒരു മിനിമത്തിലായിട്ടാണ് ഇടുന്നത് കേട്ടോ. പാത്രം കറക്റ്റ് സെൻറ്ററിലൊക്കെ തന്നെയല്ലേ ഇരിക്കണേന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇനിയൊരു 5 മിനിറ്റ് നേരത്തേക്കും കൂടിയ പരിപാടി അവിടെ ഉണ്ടാവുള്ളൂ, ബീറ്റിങ്ങിന്റെ പരിപാടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ പാത്രം ഇവിടെ കറക്റ്റായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതെ, നമ്മുടെ ബീറ്റ് ചെയ്തിട്ട് ഇവിടെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഞാനത് എത്രത്തോളം ബീറ്റ് ആയിട്ടുണ്ട് എന്ന് ബീറ്ററിന്റെ ബിറ്റ് കാണിച്ചു തരാം.
ഇത് കണ്ടോ, വളരെ സ്ലോവിലാണ് വീഴുന്നത്. അതുപോലെ നല്ലൊരു റിബൺ പോലെ ഇങ്ങനെ വീഴണം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, നേരത്തെ നമ്മൾ എടുത്തത് ടീസ്പൂൺ ആയിരുന്നു, ഇത് ടേബിൾ സ്പൂൺ ആണ്. ഇതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വളരെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇരുന്നിട്ടാണ് ചെയ്യണേ. ഞാൻ ഇത് റിൻസേട്ടൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റൂളാണ്. അപ്പോൾ കുറേ നേരം നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാലൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിമൊന്നും ഇരിക്കുമ്പോൾ നമ്മൾ കറക്റ്റാണ്. അപ്പോൾ ഇരുന്നിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചിട്ട് ഏറ്റവും ചെറിയ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആയാൽ മതി. എന്ന് വെച്ചിട്ട് തീരെ മിക്സ് ആവാതിരിക്കാനും പാടില്ല, ഓവർ ബീറ്റ് ആവാനും പാടില്ല, എന്നാൽ മിക്സ് ആവും വേണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇനി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫോൾട്ട് ആയാലോ എന്നുള്ളൊരു ടെൻഷൻ ഇല്ല. ടെൻഷൻ ഫ്രീ കേക്കാണ്. നമ്മൾ വീട്ടിലേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഓർഡർ കേക്ക് കാണിക്കാമെന്ന് വിചാരിച്ചാലേ തിക്കും തിരക്കെടുത്ത് ചെയ്യണതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് മെയിനായിട്ട് ട്രൈപോഡ് കംപ്ലൈന്റ് ആയിട്ടിരിക്കുക. അപ്പോൾ വീഡിയോ എടുത്തു തരാൻ ഒരാൾ വേണം. അതാണ് വീഡിയോകൾ എനിക്ക് കേക്കിന്റെ അധികം ചെയ്യാൻ പറ്റാത്തത്. സംസാരിച്ചിട്ട് ഇത് ഓവർ ബീറ്റ് ആയി പോവും. അപ്പൊ ഇത് കുറച്ചൊന്ന് ബീറ്റ് ആക്കിയിട്ടുണ്ട്, നമ്മൾ ഓഫാക്കി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെയോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. പാല് ഞാനിപ്പോ ശരിക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത പാൽ അങ്ങനെ ചേർക്കരുതെന്നൊക്കെയാണ് പറയുക. അപ്പൊ ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരമായി പുറത്ത് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1/2 കപ്പ് പാലും കൂടെ നമുക്കിതിൽ ചേർക്കണം. പിന്നെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടികളും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ ബേക്ക് ചെയ്യാൻ വെക്കാം. പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് പൊടികളൊക്കെ മിക്സ് ചെയ്യാൻ പോവാണ്. അത് പ്രത്യേകം പറയാനുള്ളത്, കട്ടയില്ലാതെ ഒരു 2-3 തവണയായിട്ട് ഇട്ട് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 വട്ടമായിട്ടാണ് ഇടുന്നത്. ഫസ്റ്റ് ചെയ്യുന്നവർ ഒരു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഇത് വാഞ്ചോ കേക്ക് നമ്മൾ 1 കിലോന്റെ വൈറ്റ് സ്പോഞ്ച് ചെയ്യണത് ഈ 1 വൈറ്റ് സ്പോഞ്ച് കൊണ്ട് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. വാഞ്ചോ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ബ്ലാക്കും വൈറ്റ് ഒന്നിച്ച് ചെയ്യുന്നു, ആ ഒരു പേര് വന്നു. ഇത് തന്നെ ഈ സ്പോഞ്ച് തന്നെ എടുത്തിട്ട് നമുക്ക് വൈറ്റ് ഫോറസ്റ്റിന്റെ ഫില്ലിങ്സ് ഒക്കെ മാറ്റി നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇതിൽ ഫില്ലിങ്സിനൊക്കെ ഇത്തിരി റിച്ച് ആയിട്ട് വരും. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇതിന് ഇത്തിരി റേറ്റും കൂടുതൽ, അതുപോലെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. പിന്നെ ലെയർ സാധാരണ 3 ലെയറാണ് വരണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു 4 ലെയർ എന്തായാലും വരും കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, നന്നായി തന്നെ മിക്സ് ചെയ്യുക. നമുക്ക് 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇടയിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 250 ml കപ്പിന്റെ അതേ സെറ്റിലത്തെ തന്നെ 1/4 കപ്പാണ് ഈ പാല് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, നമ്മൾ കപ്പ് മേടിച്ചിട്ടില്ലാത്തവർ, മെഷറിംഗ് കപ്പ് വാങ്ങിച്ചിട്ടില്ലാത്തവർ മേടിക്കുന്നുണ്ടെങ്കിൽ 250 ml കപ്പ് തന്നെ ആ ഒരു സെറ്റ് തന്നെ മേടിക്കുക. അപ്പം നമുക്ക് ഒരുവിധം കേക്കുകളൊക്കെ ഫ്ലോപ്പ് ആവാതെ ചെയ്യാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ട്രിപ്പായിട്ടാണ് പൊടികൾ ഇട്ടിരിക്കുന്നത്. എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുത്തി ഇളക്കരുത്. ഞാൻ ഇതിപ്പോൾ ഫാസ്റ്റ് അടിക്കാണ്ട കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, വളരെ സ്ലോവിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. നമ്മൾ ഫാസ്റ്റിൽ കാണിക്കുമ്പോൾ വിചാരിക്കും ഒത്തിരി ഫാസ്റ്റിലാണ്, ഒത്തിരി വേഗം ഒന്ന് ഇളക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ഇളക്കരുത്, വളരെ സ്ലോവിൽ തന്നെ ഇളക്കുക. ബീറ്റർ കൊണ്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അതൊക്കെ നല്ല പ്രാക്ടീസ് ആയിട്ട് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ബിഗിനേഴ്സിനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഓരോന്ന് ഇങ്ങനെ പറയാട്ടോ. അല്ലാതെ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് അതൊക്കെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ തുടക്കക്കാർക്ക് എപ്പോഴും നമുക്ക് എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ബാക്കിയുള്ള പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് കപ്പ്, 250 ml കപ്പിലത്തെ 1/4 കപ്പ് കേട്ടോ. ഇത് 60 ml ആണ് വരുന്നത് കേട്ടോ. പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി കട്ടയില്ലാതെ മിക്സ് ആയിട്ടുണ്ട്.
ഇനി നമുക്കിതിൽ ഇത് നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ട, ഇത് വീഴുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫോമി നല്ലൊരു പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ പാത്രം പ്രീഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നിട്ട് ചൂട് നമുക്ക് ഇപ്പോൾ എത്ര റേറ്റിൻ്റെ കേക്കായാലും നമുക്ക് ഓവനൊന്നും ഇല്ലാണ്ട് നമുക്കിതുപോലൊരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയാക്കി എടുക്കാം കേട്ടോ. കൈയൊക്കെ മുട്ടാണ്ട് സൂക്ഷിച്ച് വെക്കുക. അടികട്ടിയുള്ള പാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഇനി അതിൻ്റെ അടിയിൽ ഉപ്പോ മണലോ അങ്ങനെയുള്ളതൊന്നും ഇട്ടിട്ടില്ല. വെറുതെ പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതുമ്മയാണ് നമ്മൾ കേക്ക് ടീന് വെച്ചിരിക്കുന്നത്. ക്ലിപ്പുകളാണല്ലേ. അപ്പോൾ നമ്മൾ പാത്രം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സമയം, ഇത് എത്ര സമയം എടുത്തിട്ടാണ് വേവണേന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയണില്ല. വെന്തിട്ട് സമയം നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ, കൃത്യസമയം പറയാം. അപ്പോൾ നമുക്കിതിനി വെന്തിട്ട് കാണാം. അപ്പം നമ്മൾ കേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ്, 2 കേക്കിലേക്കും കൂടി നമ്മൾ ഒന്നിച്ചാക്കാണല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 250 ml കപ്പിൽ തന്നെ 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, കുറച്ച് കുറവാണ്. 1 കപ്പ് നിറച്ചൊന്നും വേണ്ട. അതിനൊരു കൃത്യൊരളവ് ഞാൻ പറയാം. ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, ഒരിത്തിരി കുറവില്ല. 250 ml കപ്പിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കുന്നു, കുറച്ച് കുറവിൽ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണേ. അങ്ങനെ 2 കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മധുരം എപ്പോഴും ഇത്തിരി മുന്നിൽ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതും അതുപോലെ തന്നെ ഒരു ഇത്തിരി നിറയ്ക്കാണ്ട് 2ാമത്തെ കപ്പ്. ഇത് 2 കിലോ കേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ 2 കപ്പ് എടുക്കുന്നത് കേട്ടോ. ഇനി വെള്ളം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് നിറച്ചെണ്ണി എടുക്കാം. 1 കപ്പ് എന്ന് വെച്ചാൽ 2 കപ്പ് ഉള്ളത് കൊണ്ട് 2 കപ്പ് വെള്ളം. നമ്മൾ ഷുഗർ എടുത്തപ്പോൾ നിറച്ചില്ല, പക്ഷെ വെള്ളം എടുക്കുമ്പോൾ നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിറച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കത്തിക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് മെൽറ്റായി എന്ന് കാണുമ്പോഴേക്കും നിർത്തരുത്. നന്നായി ഒന്ന് തിളച്ചിട്ട് നിർത്തിയാൽ മതി. അപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്നു നോക്കി. അപ്പോൾ വീഡിയോ എടുക്കുന്ന ആളെ കിട്ടിയില്ല, അത് കാരണം ഞാൻ അടച്ചതെന്ന് വെച്ചു. അപ്പോൾ അവനെ വിളിച്ചോണ്ട് വന്നതാണ് കേട്ടോ. ഇതാ കേക്ക് വെന്ത് എടുക്കാവാ എന്ന് പറഞ്ഞപ്പോൾ വന്നതാ. അപ്പോൾ സമയം എത്ര മിനിറ്റ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 25 മിനിറ്റാണ് സമയം എടുത്തത് കേട്ടോ. കേക്ക് ഇതേ ബേക്ക് ആയിട്ടുണ്ട്. ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച അതേ ഫ്ലെയിമിൽ തന്നെയാണ് അവസാനം വരെ വെച്ചത് കേട്ടോ. ഞാൻ ഇപ്പോൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതാ കുത്തി നോക്കി, നമുക്കിവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്ക്വയറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത കേക്ക് നമുക്ക് ബ്ലാക്ക് സ്പോഞ്ച് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോന്ന് സ്റ്റെപ്പായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ബ്ലാക്ക് സ്പോഞ്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റിനും ഈ സ്പോഞ്ച് തന്നെ. ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് സ്പോഞ്ചിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ വൈറ്റ് വേവിച്ച അതേ പാത്രത്തിൽ തന്നെ നമ്മൾ വീണ്ടും ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല, നമ്മൾ ഒരു തവണ കാണിച്ചല്ലോ, വെറുതെ സമയം കളയണ്ട. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ അരിക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വൈറ്റ് അരിച്ചത് തന്നെയാണ് കേട്ടോ അരിപ്പയിൽ. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ: മൈദ 3/4 കപ്പാണ് വേണ്ടത്. അത് 3/4 കപ്പ് എന്ന് പറയുമ്പോൾ ഇതാ ഈ കപ്പില്ലേ, നമ്മുടെ ഈ 250 ml സെറ്റിൽ വരുന്ന അരക്കപ്പ്, ആ അരക്കപ്പും അതിൻ്റെ തന്നെ 1/4 കപ്പാണിത്. അരയും കാലും. അങ്ങനെ ഈ 2 കപ്പ് നിറച്ചെന്ന് വെച്ചാൽ ലെവൽ ചെയ്തെടുത്തിട്ട് ആ മൈദയാണ് ഇത്. അങ്ങനെയാണ് 3/4 കപ്പ് മൈദ വരണത് കേട്ടോ. നമുക്കിത് ബ്ലാക്ക് സ്പോഞ്ചിൽ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർക്കണം. അതിനാണ് നമ്മൾ ഒരു 1/4 കപ്പ് സ്പേസ് ഇതിൽ മാറ്റി വെച്ചിരിക്കുന്നത്. ഞാൻ ഈ 2 കപ്പിലും കൂടി അളന്നിട്ട് ഇതിൽ ഈ വലിയ കപ്പിൽ ഇട്ട് വെച്ചു എന്നേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അരക്കപ്പും അതിൻ്റെ തന്നെ 1/4 കപ്പിലും മൈദ എടുത്ത് അളന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ
250 ml കപ്പിൽ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ 1/4 കപ്പ് മൈദ, 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ml കാണുന്നുണ്ടോ? ml 60 ml കേട്ടോ. അതെ 60 ml കൊക്കോ പൗഡർ, 60 ml കൊക്കോ പൗഡർ കേട്ടോ. അതായത് 1/4 കപ്പ് ഒക്കെ ലെവൽ ചെയ്തിട്ടാണ് എടുത്തിരിക്കണേ. അതും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാൻ ബേക്കേഴ്സിന്റെ ബേക്കിംഗ് പൗഡർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ ബേക്കിംഗ് പൗഡറിന്റെ കാര്യത്തിൽ എപ്പോഴും പറയാനുള്ളത്, ബേക്കിംഗ് പൗഡർ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെക്കാവുന്നതാണ്. പിന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ബേക്കിംഗ് പൗഡറിന് ഡാമേജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അത് വേവിക്കുന്ന ആ സ്പഞ്ചിൽ അത് നമുക്ക് എടുത്ത് കാണിക്കും. ഒന്നുകിൽ അത് വല്ലാതെ കുഴിഞ്ഞു പോകാൻ നമുക്ക് ഫ്ലോപ്പ് ആയിട്ടാവും കിട്ടുക. അപ്പൊ അതില്ലാതിരിക്കാൻ ബേക്കിംഗ് പൗഡറിലൊക്കെ ബേക്കിംഗ് സോഡയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി വാങ്ങിക്കുക കേട്ടോ. അങ്ങനെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. പിന്നെ ബേക്കിംഗ് സോഡയാണിത്. ഇത് ഞാൻ ഒരുപാടൊന്നും ചേർക്കണില്ല. ഞാനിങ്ങനെ നമ്മൾ ഈ കൈ കൊണ്ട് എടുക്കില്ലേ, അങ്ങനെ ഒരു 3 നുള്ളേ ഇടുന്നുള്ളൂ. നമ്മളിങ്ങനെ ഓരോ പിഞ്ച് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു 3 നുള്ള് ബേക്കിംഗ് സോഡ. അതിനൊരു അളവ് പറയണില്ല, അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉപ്പ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 1 നുള്ള് ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. 3 തവണ തന്നെ അരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ പോവാണ്. നേരത്തെ മറ്റേ കേക്കിലേക്ക് സ്പോഞ്ചിലേക്ക് ചെയ്ത അതേപോലെ തന്നെയാണ്. നമ്മൾ പൊടിയിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. 4 മുട്ട, പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, വാനില എസൻസ്. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഞാൻ പറഞ്ഞ പോലെ ബീറ്റ് ചെയ്യുമ്പോൾ സമയം നോക്കി ബീറ്റ് ചെയ്യാണ്ട് സ്ട്രക്ചർ നോക്കി ബീറ്റ് ചെയ്യാം. അപ്പം അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, എങ്ങനെയാണ് ബീറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു ക്രീം ഇരിക്കണ്ടേ എന്നുള്ളത് കാട്ടി തന്നില്ലേ. ആ ഒരു സ്ട്രക്ചറിലേക്ക് എത്തുന്നത് വരെ ബീറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ കേക്കിനുള്ള ക്രീം നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ നേരത്തെ ഓഫ് ചെയ്ത് കാട്ടി തന്നു, എന്നാലും ഇതിനും വീണ്ടും കാണിച്ചു തരാം കേട്ടോ. അതെ, നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. മറ്റേ കേക്കിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ഓയിൽ ഒഴിച്ചത്. ഇതിലേക്ക് 1/4 കപ്പാണ് കേട്ടോ. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഈ സമയത്ത് ഒഴിച്ചിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ആദ്യത്തെ സ്പീഡിലിട്ടിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. മതി, എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ടിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അല്ല സോറി, അരിച്ചെടുക്കല്ല, എന്താ പറയാ, മിക്സ് ചെയ്തെടുക്കാം പൊടികൾ. 2 തവണയ്ക്കായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ പൊടികൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിതിപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാല്. ഞാനിതിപ്പോൾ പൊടികളൊക്കെ ഇട്ട് ലാസ്റ്റാണ് പാല് ചേർക്കണം. അതൊന്നും ഒരു കുഴപ്പമുള്ള കേസല്ല കേട്ടോ. ഇടയിൽ ചേർക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല, ഇങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നമുക്കിത് ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം. നന്നായി മിക്സ് ആക്കുക, കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ആക്കുക. നമ്മളിത് പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇതൊന്നും വർത്താനം വേണമെന്നില്ല കേട്ടോ അറിയാം ചേട്ടാ. ഇതൊക്കെ ഫാസ്റ്റ് അടിച്ചോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സമയം കളയാതെ വേഗം തന്നെ ക്രീം ബീറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ക്രീം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇത് ഇന്നലെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള എൻ്റെ ക്രീമാണ്. അപ്പോൾ നമ്മൾ ഒരു 2 ദിവസം വരെ ക്രീം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ക്രീമിൽ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ക്രീമിൻ്റെ ഇത് നല്ലൊരു ലിക്വിഡ് ഫോം ആവണം. ഇത് ഇന്ന് വാങ്ങിച്ച ക്രീമാണ്. അപ്പോൾ അത് കറക്റ്റ് ഒരു ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ രാവിലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ടാവും. അതല്ല, നമ്മൾ ഇന്നാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേദിവസം എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഡോറിലേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ പാല് പോലെ നല്ല ലിക്വിഡ് ഫോം ആയിട്ട് കിട്ടും, കട്ടിയില്ലാതെ കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള ക്രീമാണ്. ഇന്ന് കുലുക്കൊക്കെ എടുക്കുക. ഞാൻ കുറച്ച് നേരമൊക്കെ പുറത്ത് വെച്ചു, പിന്നെ കുറച്ച് നേരം ഡോറിൽ വെച്ചു. ഇന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒരുവിധം രാവിലെ വെച്ച കാരണം ഒരുവിധം മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫിയോണയാണ് ഞാൻ ഉപയോഗിക്കുന്ന ക്രീം. അപ്പോൾ നോക്കാം കേട്ടോ, നമുക്ക് ഒഴിച്ച് നോക്കാം. കുഴപ്പമില്ല, നല്ല ലിക്വിഡായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം ക്രീം കേട്ടോ, എന്നാൽ തണവ് ഉണ്ടാവും വേണം. ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്ത് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് തികയില്ല, എന്നാലും ഇപ്പോൾ 2 കപ്പാണ് ചെയ്യുന്നത്. 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഫിയോണയിലേക്ക് നമുക്ക് കുറച്ച് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പിന് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്ന് പറയുന്നത് 2 ടീസ്പൂൺ ഷുഗർ പൗഡർ അത് ചേർക്കാറുണ്ട് കേട്ടോ. അത് എന്നാലാണ് ആ ഒരു മധുരം കറക്റ്റ് ആവുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇതിൽ 4 സ്പൂൺ ഷുഗർ പൗഡർ ചേർക്കുന്നുണ്ട്. അത് ഇത്തിരി നിറച്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് കുറവ്. 4 സ്പൂൺ ഷുഗർ പൗഡർ ചേർത്തിട്ടുണ്ട്, എന്നാലാണ് ആ ഒരു മധുരം കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഗണേഷൊക്കെ ചേർക്കുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഏകദേശം മധുരം മതിയാവും. ഗണേഷ് നമ്മൾ ഫില്ലിങ്സിലും ചെയ്യുന്നുണ്ട്, പുറത്ത് കേക്കിൻ്റെ പുറത്ത് ഡെക്കറേഷനും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇത് പാത്രം ഐസ് വെള്ളത്തിൽ വെക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ബിറ്റ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുക, അതുപോലെ ഞാൻ ഈ പറഞ്ഞ മാതിരി ലിക്വിഡ് ഫോമിലായിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ബീറ്റ് ചെയ്തിട്ട് സ്റ്റിഫ് ബീക്ക് ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഓണാക്കിയിട്ടില്ല. ഇത് അതെ, ബീറ്ററിൻ്റെ ടൈമൊന്നും ഞാൻ പറയുന്നില്ല. ബീറ്ററിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ ചിലവർക്കൊരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതാവും, ചിലപ്പോൾ ചിലവർക്കൊരു 5 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. അപ്പം അത് നമ്മൾ പാത്രം തിരിച്ചാൽ വീഴാത്ത പോലെ സ്റ്റിഫായിട്ട് ക്രീം കിട്ടണം, അതുവരെ ബീറ്റ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ അതേ ആയിട്ടുണ്ട്, ഒരുവിധം സ്റ്റിഫായിട്ടുണ്ട്. ഞാനൊന്നും കൂടി ബീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത്ര മതി കേട്ടോ. ഇനി ഓവർ ബീറ്റ് ആയി എന്നുണ്ടായാലും പേടിക്കേണ്ട കാര്യമില്ല. അതിൽ കുറച്ച് ക്രീം, ബീറ്റ് ചെയ്യാത്ത ക്രീം കുറച്ച് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഓവർ ബീറ്റ് ആയതൊക്കെ ശരിയായിക്കോളും. ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സിനൊക്കെ 2 ഗണേഷ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ വാഞ്ചോ ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ പുറത്ത് കവറിങ് ഡിസൈന് നമുക്ക് ഗണേഷ് വേണം. അപ്പോൾ അത് ഫില്ലിങ്സിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബ്ലാക്കും വൈറ്റും ഗണേഷ് ഉണ്ടാക്കലാണ് അടുത്ത സ്റ്റെപ്പ്. അതുവരെ നമുക്ക് ഈ ക്രീം അടിച്ചത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഗണേഷ് ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം വൈറ്റ് ഗണേഷാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആ പാത്രത്തിൽ തന്നെ ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ വൈറ്റിൽ ബ്ലാക്ക് മിക്സ് ആവാതിരിക്കാൻ ആദ്യം നമുക്ക് വൈറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ 250 ml കപ്പിൽ 1 കപ്പ് നിറച്ച് തന്നെ വൈറ്റ് കോമ്പൗണ്ട്, നമ്മൾ മോർഡിൻ്റെ പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ. അത് വൈറ്റ് കോമ്പൗണ്ട് വാങ്ങിക്കുക. എന്നിട്ട് അതിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ്. മുകളിലിരിക്കുന്നത് ഇത് ബട്ടറാണ്, ഒരു ചെറിയ കഷ്ണം ബട്ടർ. നമ്മളത് ഉള്ളിൽ ഫില്ലിങ്സിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ പുറത്തേക്കും കൂടി ഡെക്കറേഷന് ഉപയോഗിക്കുന്ന കാരണം ചെറിയൊരു ഗ്ലേസിങ് കിട്ടാനായിട്ട്, പിന്നെ ബട്ടർ ടേസ്റ്റ് ആണല്ലോ, പക്ഷെ ഒരു ഗ്ലേസിങ് വരും. അപ്പോൾ അതിനും കൂടിയിട്ടാണ് നമ്മൾ ബട്ടർ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ക്രീമാണ്. ലൂസായിട്ടുള്ള ക്രീം, ഫ്രഷ് ക്രീം വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി പാല് വേണമെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇപ്പം ഞാനിപ്പോൾ ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് ചോക്ലേറ്റ് 1 കപ്പാണെങ്കിൽ ക്രീം 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ക്രീം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കാം. തീ കത്തിച്ച് നേരിട്ട് ചൂടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിലും ചെയ്യാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇളക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക.
വരുന്നെന്ന് കാണുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ ബബിൾസുകൾ വരും. അപ്പോൾ അത്രയും നല്ല ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. കരിയരുത്, തീ അഡ്ജസ്റ്റ് ചെയ്ത് ഫുള്ള് തീയിൽ തന്നെ എപ്പോഴും ഇട്ട് ചെയ്യരുത്. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചൂട് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. ഇതിപ്പോൾ നല്ല ലൂസായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഇടാം കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല. ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ചെറിയ ചെറിയ തരികൾ പോലെയൊക്കെ ഉണ്ടാവും. അത് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്യുക. കാണുന്നത് ഇതിപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഉടച്ചാലും ഇതിൻ്റെ തരികൾ പിന്നെ അതിലുണ്ടാവും. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അരിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ഫിനിഷിങ് ലുക്ക് വരുള്ളൂ. അരിപ്പെടുത്ത സാവിയോ, അരിപ്പെടുത്തേ കരിക്കാം വെച്ചിട്ടുണ്ട്. കൈയോടെ തന്നെ അരിച്ചെടുക്കണം കേട്ടോ. അരിക്കുമ്പോൾ ഈ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കാണിച്ച് ഒന്ന് ഉടച്ചെടുക്കുക. അരിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൽ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അരിക്കുക എന്നുള്ളത് നമ്മൾ സ്കിപ്പ് ചെയ്യാത്തൊരു സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു തരികൾ കാരണം നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അരിക്കുക. അതുപോലെ ബട്ടർ ഒരു കഷ്ണം ചേർത്തും ചെയ്യാം. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് വരും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ അരിക്കുക. അപ്പോൾ നമുക്ക് വേസ്റ്റായിട്ട് പോകുന്നില്ല. അരിപ്പയിൽ ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് അരിക്കുക. അപ്പോൾ എല്ലാതും അതിൽ കറക്റ്റായിട്ട് വീണോളൂ. നമ്മൾ 2 ഗണാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി കട്ടിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. വല്ലാതെ ലൂസായിട്ട് പോണ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടില്ല. ഇത്തിരി കട്ടിയിൽ തന്നെയാണ്. അതെ, ബ്ലാക്ക് അത് രണ്ടും അരിച്ച് വെച്ചിട്ടുണ്ട്. അരിച്ച കാരണം തന്നെ ആ ഒരു ഫിനിഷിങ് ലുക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ക്രംസ് ഇങ്ങനെ അതിൽ നിൽക്കും. അപ്പം നമുക്കിനി കേക്ക് ഐസിങ് തുടങ്ങാം. ഞാൻ ഒരു 4 പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ബ്ലാക്കിൻ്റെ ക്രംസ് വീണാക്കുന്നതാണ്. വൈറ്റ് 2 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നല്ലോ. ഷുഗർ സിറപ്പ് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനത് വിട്ടുപോയി. ഇനി നമുക്കിതിലേക്ക് ഒരു ലെയർ വെച്ചിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഓയിൽ ബ്രഷിലാണ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. ചിലർ ബോട്ടിലാക്കി അതിലേക്ക് ചെയ്യും, പിന്നെ സ്പൂൺ കൊണ്ട് ഒഴിക്കും. എനിക്കിതാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ക്രീം ഇട്ട് കൊടുക്കാം. ഈ ലെയറിൽ വെക്കുന്ന ക്രീമേ ഓവറായിട്ട് ക്രീമായാലും അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നമുക്ക് ആ ഒരു എന്താ പറയുക, കേക്ക് അത് കടിക്കാൻ കിട്ടണം. നമ്മൾ നന്നായിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് ക്രീം തേക്കരുത്. പിന്നെ ഇതിപ്പോൾ ക്രീം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നൊക്കെ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതിപ്പോൾ ബാലറ്റ് നൈഫ് ഇതൊക്കെ ഞാൻ ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ എന്തൊക്കെയാണ് മേടിക്കേണ്ടത് എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബാലറ്റ് നൈഫ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് നല്ലതാണ്. ഒരിത്തിരി വലുതും ചെറുതൊക്കെ മേടിക്കുക. 2 മേടിച്ചോ, നല്ല ചെറുതും ഇത്തിരി വലുതും. അപ്പോൾ നമുക്ക് ഈ 2 kg കേക്കിനൊക്കെ ചെയ്യാൻ എളുപ്പമാണ് വലുത്. അങ്ങനെ നമ്മൾ ക്രീം തേച്ചു.
ആ സൈഡൊക്കെ കൈയോടെ തന്നെ ഒന്ന് ഫിനിഷാക്കി കൊണ്ടുവരിക. അപ്പം നമുക്ക് അടുത്ത ലെയർ വെക്കുമ്പോഴേ എവിടെയാ വെക്കണതൊക്കെ കറക്റ്റായിട്ട് ഇരിക്കണില്ലേ എന്നൊക്കെ അറിയാനായിട്ട് കൈയോടെ ഫിനിഷാക്കി കൊണ്ടുവരിക. ഇനി നമുക്ക് ഇതിപ്പോൾ ബ്ലാക്ക് അല്ലേ, അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഗണാഷ് ഇതിൻ്റെ മേലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഫില്ലിങ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ ഗണാഷ് ഒഴിക്കേണ്ട, വെറുതെ ചോക്ലേറ്റ്സ് മാത്രം ഇടാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇത് മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ വൈറ്റ് കോമ്പൗണ്ടും ഞാൻ ഇച്ചിരി വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ ലെയറിൽ ഇടാനായിട്ടാണ്. ലെയറിലിടുമ്പോൾ ഞാൻ എപ്പോഴും മിൽക്ക് കോമ്പൗണ്ടാണ് എടുക്കാറ്, ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാറില്ല. അതിനൊരു കൈപ്രസ്സായിരിക്കും. ഗണാഷിന് ഡാർക്ക് എടുക്കും, അത് നമുക്ക് അതിൽ ക്രീമൊക്കെ മിക്സിങ് വരുന്നതല്ലേ, അപ്പോൾ ആ ഒരു ബിറ്റർ ടേസ്റ്റ് ഇത്തിരി കുറയും. പക്ഷേ ഇടയിൽ ഫില്ലിങ്ങിൽ ഞാൻ മിൽക്ക് കോമ്പൗണ്ടാണ് എടുക്കാറ്. അത് നമുക്ക് ടേസ്റ്റ് കൂടും. റേറ്റ് രണ്ടിനും ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഇത് കുറച്ച് റേറ്റിൽ നിൽക്കും, എന്നാലും നമുക്ക് ടേസ്റ്റ് ഇതാണ് കൂടുതൽ വരിക. അതുകൊണ്ടാണ് ഇത് ഇടുന്നത് കേട്ടോ. അപ്പം അടുത്തത് നമ്മൾ വൈറ്റാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടാണ് വെക്കുക. വീണ്ടും നമ്മൾ അത്യാവശ്യം ഒരുപാട് നന്നായി കുതിർന്നോട്ടെ എന്നും കരുതി കുറേ ഷുഗർ സിറപ്പ് കോരി ഒഴിക്കാനും പാടില്ല. അപ്പോൾ ഇതാകെ നമ്മൾ കടിക്കാൻ എടുക്കുമ്പോൾ തന്നെ അടർന്നു വീഴണ പോലെയാവും. അത് ഷുഗർ സിറപ്പ് കൂടിയാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 4 ലെയർ വെച്ചിട്ടുണ്ട്. ഈ കേക്കിന് 4 ലെയർ വരും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമ്മൾ എന്തായാലും ഇത് കുറച്ച് തൂക്കം കൂടുതലായിട്ട് വരും. ഇനി നമുക്കിത് ഒരു ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാൻ കുറച്ചും കൂടി സുഖമായിരിക്കും. ഞാൻ എപ്പോഴും ഓർഡർ കൊടുക്കണ കേക്കായാലും ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്യാറ്. ഒറ്റയടിക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ സൗകര്യത്തിന് അങ്ങനെ ചെയ്യുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്യണത്. നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ കോട്ടല്ല, ക്രം കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഈ കേക്ക് ചെയ്തിട്ട് കണ്ട ഇവിടെ ആകെ വൃത്തികേടായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് നമുക്ക് കഴുകി ഇവിടെ ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഈ കേക്ക് സെറ്റാവും. അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നല്ല ഒന്നുകൂടി ഒന്ന് ഉറച്ചിരിക്കും. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. ഇനി നമ്മൾ ഇത് ഫൈനൽ കോട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കേക്ക് ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ക്രംസ് വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിനി ഫൈനൽ കോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ക്രീം ആദ്യം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ 2 കപ്പല്ലേ ആകെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം കുറച്ചും കൂടെ ക്രീം ഞാൻ ബീറ്റ് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഒരു ഓയിൽ ബ്രഷ് വെച്ചിട്ട് ചെറിയൊരു ഫിനിഷിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് സമയവും നഷ്ടമാവില്ല, അതുപോലെ ഫിനിഷിങ് ആവുകയും ചെയ്യും. ഇനി ഇത് ഒരു കുറച്ച് നേരം ഒരു 5-10 മിനിറ്റും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കതിന് ഗണാഷിൻ്റെ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇനി നമ്മളിത് ഫൈനൽ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കേക്ക് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗണാഷൊക്കെ ഉണ്ടാക്കി വെച്ചത് ഡിസൈൻ ഇത് കോമൺ ആയിട്ടുള്ള വാഞ്ചോന്റെ ഡിസൈൻ തന്നെയാണ് ചെയ്യണേ. അത് ഓരോ മോഡലിൽ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വെച്ചിട്ടുള്ള ഗണാഷ് ഡിസൈൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിതിപ്പോൾ ഇതിന് കോർണറായിട്ട് പേര് എഴുതാന്നാണ് വിചാരിക്കുന്നത്. 2 കോർണറിലും ഡിസൈൻ കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഈ കോർണർ ടു ആ കോർണർ വരെ അത് ഇങ്ങനെ പേരെഴുതാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിനൊരു മാർക്കിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കത്തി അതാകുമ്പോൾ കുറച്ച് നീളം കറക്റ്റ് ആയിരിക്കും, ഏകദേശം ഇട്ടാകുക. നമ്മളിപ്പോൾ ടേപ്പൊന്നും വെച്ച് അളന്നിട്ടല്ല. അപ്പം ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഏത് മാർക്ക് ചെയ്ത് ആകാം മാർക്കിങ് ആയില്ലേ. ഓക്കെ, ഇത് മതി അമ്മേ. അപ്പോൾ നമുക്ക് ഈ പോർഷനിലും ആ പോർഷനിലും അങ്ങനെ ഗനാഷ് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആദ്യം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ്. ഇത് നമ്മൾ ഈ കേക്ക് സെറ്റാകാൻ വെച്ച നേരം കൊണ്ട് ഇതും ഇത്തിരി സെറ്റായിരുന്നു. അപ്പം ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തു. അപ്പോഴാണ് ഈ ഒരു ലൂസ് കിട്ടിയത് കേട്ടോ. ഞാൻ ഒരുപാട് ലൂസിൽ ചെയ്യണില്ല, വല്ലാതെ ഇങ്ങനെ ഒഴുകിപ്പോവും.
ആ ഒഴുകിയത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ടാസ്ക്കാണ്. ഫുൾ അങ്ങോട്ട് ഒഴിച്ചു പോകും. എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകുന്നത് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി കട്ടിയിലാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലൊരു ഹൈറ്റുള്ളൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിലേ നമുക്ക് ഒഴിക്കാനും പിടിക്കാനൊക്കെ ഒരു സുഗന്ധമായിരിക്കും. നേരെ പാത്രം കൊണ്ട് അങ്ങനെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കട്ടെ. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചെയ്യണത്. രണ്ട് ഗണാഷും ഇതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് വെക്കുന്നത് നല്ലതാട്ടോ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ ഇത് മേലേക്ക് ഇങ്ങനെ തെറിച്ച് വരും. അപ്പോൾ ഇവിടെ ഒരു കെട്ടിട്ട് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി സേഫായിട്ട് പിടിക്കാം. ഓക്കെ, ഇതിങ്ങനെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത പൈപ്പിംഗ് ബാഗിലും ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ കെട്ടിട്ട് വയ്ക്കാം. ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ കുറച്ച് മുകളിൽ ആക്കണുള്ളൂ, ചെറിയൊരു ഡിസൈൻ. കണ്ട, നമ്മൾ അരിച്ചെടുത്തത് കൊണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോഴാണ് ആ ഒരു ഫിനിഷിങ് ലുക്ക് വരുള്ളൂ കേട്ടോ. അതിനാണ് നമ്മൾ അരിച്ചെടുക്കണേ. ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചേ എടുക്കണുള്ളൂ, കാരണം നമുക്ക് കുറച്ച് ലൈൻസ് ഇടാം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിൽ വൈറ്റാണ് കുറച്ചധികം വേണ്ടത്. നമ്മൾ രണ്ട് കെട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടിപ്പ് കട്ട് ചെയ്തിട്ടില്ല. ഇനി അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കുന്നത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത് പൈപ്പിംഗ് ബാഗിലാക്കി തന്നെ ഇച്ചിരി വല്ലാതെ അങ്ങോട്ട് സ്പ്രെഡായി പോവാതിരിക്കാനാണ്. സൈഡിലേക്കൊക്കെ പോയിട്ടാണ് നമ്മളൊരു ഡ്രിപ്പ് പോലെയും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് സൈഡിലേക്ക് പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഈ രണ്ട് പോർഷനും വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബോർഡർ പോലെ നമ്മളൊരു ഡിസൈൻ കൊടുക്കും. നമുക്ക് ഇപ്പം ബ്ലാക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മേലെ ചെറിയൊരു ലൈൻ പോലെയാണ് ഞാൻ ഇടണേ. അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു മോഡലൊക്കെ ചെയ്യാം. അപ്പോൾ ചെറിയൊരു സിമ്പിളായിട്ട് ചെയ്യണേ. അപ്പോൾ അവരത് ഡിസൈൻ ആക്കിക്കോളാന്നാണ് പറയണേ. നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ടേ അതൊക്കെ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഡെക്കറേഷൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ രണ്ട് ഭാഗമായിട്ട് തിരിച്ചുണ്ടല്ലോ. അപ്പോൾ ഇവിടേക്ക് ഓരോ ചെറിയൊരു ബോർഡർ ഡിസൈൻ കൊടുക്കാനാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 101-ൻ്റെ റോസറ്റ് ഡിസൈൻ ചെയ്യുന്ന നോസിലാണ്. ഈ ഒരു നോസിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം കേക്കുകളൊക്കെ ഡിസൈൻ അധികം ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ്. ഇനി ഇവിടെയും കൂടി ചെയ്യാം അല്ലേ. ഇതേ ഡിസൈൻ തന്നെ നമുക്ക് താഴത്തും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എന്നിട്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ പേരെഴുതും. ഇപ്പോൾ ഒരു 3 ഫ്ലവർ, ഇവിടെ ഒരു 3 or 2 ഫ്ലവർ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ പേരെഴുതാം. അപ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ക്രീം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഇവർക്ക് റോസ് കളറൊക്കെ മതി എന്നാണ് പറഞ്ഞേ ഫ്ലവർ. അത് നമുക്ക് റോസ് കളർ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ റോസ് പിങ്ക്, ഷെഫ് മാസ്റ്ററിൻ്റെ റോസ് പിങ്ക് കളറാണ് എടുക്കണത്. അത് നമുക്ക് ഒരു ഡ്രോപ്പ്. ഞാൻ പരമാവധി കളറ് അധികം ഉപയോഗിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ കേക്ക് തന്നെ സെലക്ട് ചെയ്തത്. അധികം കളർ ചേർക്കലില്ലല്ലോ. ഒരു ഫ്ലവർ ഒരെണ്ണം ഏതായാലും വെക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യണ്ട, അങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് രസം അങ്ങനെ വരണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കയ്പ്പ് രസം വരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ മിക്സ് തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് നോസിൽ കേട്ടോ, ഫ്ലവർ ഉണ്ടാക്കാനുള്ള നോസിൽ. ഇതുമ്പോൾ നമ്പർ 127 നമ്പർ കാണുന്നത്. വേറെ പേരൊന്നും ആളൊന്നും കാണാനില്ല.
ഞാൻ നേരത്തെ എടുത്ത അതേ പൈപ്പിംഗ് ബാഗിൽ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ വേറെ പൈപ്പിംഗ് ബാഗ് ഇതിനു വേണ്ടി എടുക്കേണ്ട കാര്യമില്ല. വൈറ്റ് ആയതുകൊണ്ട് കേട്ടോ, നേരത്തെ എടുത്തത് വൈറ്റ് ആണല്ലോ, വേറെ കളർ ഇല്ലല്ലോ, അതുകൊണ്ട് ഇതിൽ തന്നെ നമുക്ക് ചേർക്കാം. ഞാൻ ഫ്ലവർ വരയ്ക്കാൻ വലിയ എക്സ്പെർട്ട് ഒന്നും അല്ല കേട്ടോ, എന്നാലും അറിയാവുന്നത് പോലെ ഒരു 2 ഫ്ലവർ വരച്ച് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് ക്രീം എടുത്ത കവർ ആയതുകൊണ്ട് തന്നെ ഒരു വൈറ്റും ലൈറ്റ് റോസും മിക്സ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ നന്നായിരിക്കും. അത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകണം. ഫ്ലവർ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല, എന്നാലും എനിക്ക് അറിയാവുന്നത് പോലെ ഞാൻ ഉണ്ടാക്കുകയാണ്. ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു നോസിൽ കണ്ടോ, ഈ നോസിൽ ഇതിൻ്റെ കൂർത്ത ഭാഗം മുകളിലേക്കായിട്ട് പിടിക്കുക, വീതിയുള്ള ഭാഗം അടിയിലേക്കായിട്ട് പിടിക്കുക. എന്നിട്ട് ആദ്യം ഒരു ബേസ് പോലെ കുറച്ച് ക്രീം അവിടെ വയ്ക്കുക. അത് വലിയ ഷേപ്പൊന്നും വേണ്ട, കുറച്ച് ക്രീം അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ആദ്യം ഒരു മുട്ട് പോലെ ഉണ്ടാക്കുക. പിന്നെ പെറ്റൽസ് ഇങ്ങനെ വളച്ചെടുക്കുക. ഫ്ലവർ ഇതുവരെ ചെയ്ത് നോക്കാത്തവരെ ഈ നോസിൽ മേടിക്കുക. കുറച്ച് ക്രീം എടുത്തിട്ട് ഈ സ്റ്റാൻഡ് മേടിക്കണം കേട്ടോ, ഈ ഫ്ലവർ ഉണ്ടാക്കാനുള്ള ഈ സ്റ്റാൻഡ് മേടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഞാനിതുപോലെ എത്രയോ വട്ടങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണ് ഇങ്ങനെ 2 ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റണത്. ഇതത്ര ഭംഗിയിലൊന്നും ആവണില്ല, എന്നാലും ഇത്രയ്ക്കെങ്കിലും ആയത് അങ്ങനെ കുറേ ശ്രമിച്ചിട്ടാണ്. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് വരും. ഇവിടെ വെക്കാം അല്ലേ. ഇത് എടുത്ത് വെക്കലൊരു വലിയ ടാസ്ക്കാണ്. അപ്പം കോർണർ ഫിനിഷ് ആയില്ലേ, അപ്പുറത്തെ കോർണറിൽ ഇതുപോലെ തന്നെ ഒന്ന് വെക്കാം. അപ്പോഴത്തേ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇങ്ങനെ. ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാം. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം തന്നെ കട്ട് ചെയ്യാൻ പോവാണ്. ചൂട്ടോട് കൂടി തിന്നാന്ന് പറയണ മാതിരി ഫ്രഷായി തണുപ്പോട് കൂടി തിന്നണമെന്ന് മാത്രം. ഇനി വെച്ചിട്ടിരിക്കാനുള്ള സമയമില്ല, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഡിസൈനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. കേക്ക് നമ്മളിനി കേക്കിൻ്റെ വീഡിയോസ് ഇടയ്ക്കൊക്കെ ഇടാം കേട്ടോ, ഇടയ്ക്കൊക്കെ ഉണ്ടാവും. എപ്പോഴും കേക്കിൻ്റെ വീഡിയോസ് തന്നെ ആവും എന്ന് ഞാൻ പറയാനില്ല, ഇടയ്ക്കൊക്കെ കേക്കിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ഓവനൊന്നും വേണ്ടല്ലോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.